ബ്രൂട്ടോ നോൺ സ്റ്റോപ്പ് നവംബർ കഴിഞ്ഞ് ഡിസ്ട്രോയിക് ഡിസംബറിനായി തയ്യാറെടുക്കുമ്പോഴാണ് അനിമൽ മൂവിയിൽ കുറെ തുണ്ട് സീനുള്ള കാര്യം അവൻ അറിയുന്നത്. അങ്ങനെ അവൻ അനിമൽ മൂവിയുടെ റിവ്യൂ ഓരോന്നായി കാണാൻ തുടങ്ങി. അങ്ങനെയാണ് അവൻ അവന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ പേര് ആദ്യമായി കേട്ടത്. ഫസ്റ്റ് ഹാഫ് അതിഗംഭീരമായിട്ട് വന്നുള്ള ഫസ്റ്റ് ഹാഫ്, പ്രത്യേകിച്ച് റൺബീറിന്റെ പരിപാടികൾ. മലയപ്പോ ഓക്സിജൻ സിലിണ്ടർ ചവിട്ടി പൊടിച്ചിട്ടൊക്കെയാണ് ആൾക്കാരെ കൊല്ലുന്നത്. ബാലയോ? അതാരാ? ഹൂ ഈസ് ബാലയ്യ? അപ്പോഴാണ് ബ്രൂട്ടോന സത്യം മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ട്രോൾ മാഫിയ ഫുള്ളും അടക്കി വാഴുന്നത് ബാലയ്യാണെന്ന്. ബാലയ്യ. നിങ്ങൾ ചിലപ്പോൾ ലാലേട്ട ഫാനായിരിക്കും, മമ്മൂട്ടി ഫാനായിരിക്കും, വിജയ് ഫാനായിരിക്കും. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവരെയൊക്കെ മറന്ന് നിങ്ങൾ എന്നോട് ഒരേ സ്വരത്ത് പറയും, പണ്ട് ഞാൻ തീവ്രമായ വിജയ് ഫാനായിരുന്നു. അപ്പോഴാണ് ബ്രൂട്ടോ എനിക്ക് ബാലയുടെ സിനിമ റെക്കമെൻഡ് ചെയ്തത്. ബാലയുടെ സിനിമകൾ എൻ്റെ മാനസികവും ശാരീരികമായിട്ടുള്ള എല്ലാ നീഡിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും ബാലയ്യ ആരാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ബാലയ്ക്ക് ഇംഗ്ലീഷ് ഡയലോഗ്സ് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് അടിക്കാൻ അറിയും. Don't trouble the trouble. If you trouble the trouble, trouble troubles you. I'm not the trouble. I'm the truth. I'm the truth. I'm the truth. I'm the truth. ഇത് പക ചന്തുവാണ് ഡോറ. ബാലയ്യ മാസ് ഡയലോഗ്സ് ഇൻ മലയാളം. ഞാനങ്ങ് തുടങ്ങിയാ പിന്നെ ഏതൊക്കെ പാർട്സ് ആണെന്ന് നിന്റെ ഒക്കെ കെട്ടിയോളുമാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ലടാ. പേടിയെന്ന വാക്കിനോട് പോലും എനിക്ക് വെറുപ്പാണെന്ന് എനിക്ക് അറിയില്ലടാ. അതെന്താ സാധനം? എന്നെ കാണാൻ വരാൻ മരണത്തിന് പോലും പെർമിഷൻ വേണമടാ. ഹലോ, നമ്മുടെ പേര് കാലനാണ്. കാലഞ്ചി പറയൂ, ഞാൻ ബാലയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് മാനേജറാണ്. ബാലയെന്ന് കാണാൻ പറ്റും. സ്വർഗത്തിക്കുള്ള വിസ റെഡി ആയിട്ടെന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു. സോറി സാർ, മരണത്തിന് പോലും ബാലയുടെ പെർമിഷൻ വേണം ബാലയെ കാണണമെങ്കിൽ. ആദ്യം കാലഞ്ചി പോയിട്ട് ഹണി റോസിന്റെ സുഭാഷകത്തുമായിട്ട് വാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാൻ കാണണോ വേണ്ടിയോ എന്നൊക്കെ. ബൈ. കല്യാണം കഴിക്കാത്ത എനിക്ക് മംഗല്യത്താലി തൊടാനുള്ള യോഗ്യതയുണ്ടോ? ഇതെന്തായി കാണുന്നേ? ബാലയുടെ സിനിമയിൽ ലാലയോ? ചടങ്ങുകൾ നടക്കട്ടെ. ഞാൻ ജംഗ്ലി റമ്മിൽ 4 കോടിക്ക് മേൽ പ്ലേയേഴ്സിനോടല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടു വരാൻ താമസിച്ച ഡൗൺലോഡ് ചെയ്യൂ ജംഗ്ലി റമ്മിയ. ലാലയുടെ അഡ്വൈസ് ഒന്നും വിടാണ്ട് കേട്ട ബാലയെ അതിന് സമ്മതിച്ചു. എല്ലാം മംഗളമാണ്. അങ്ങ് ന്യൂയോർക്കിലടക്കം ഗുണ്ടകൾ ബാലയെ കൊല്ലാൻ വരുന്നത് ലുങ്കി കൊടുത്ത് വെട്ടുവത്തി വെച്ചിട്ടായിരിക്കും. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ വന്നതുകൊണ്ട് ഒക്കേഷനും മറന്നേക്ക്, ലൊക്കേഷനും മറന്നേക്ക്. ഇല്ല അടങ്കലും തീർക്കും ഞാൻ. പിള്ളേര് എന്താ ബാലയെ പറയുന്നേ? ഈ മൊരടനെ കണ്ട് പിള്ളേരെന്നോ? അവനുണ്ടായ പിള്ളേരിൽ ഒരാളായിരിക്കും നിന്റെ തന്ത. അതൊന്നും തലപതി രജനികാന്ത് സൂപ്പർ സ്റ്റാർ, അല്ലു അർജുൻ ഐക്കൺ സ്റ്റാർ, ഇതൊക്കെ കണ്ട ബാലയ്ക്ക് തന്നെ ഇട്ട പേരാണ് ഗോഡ് ഓഫ് മാസ്. അർത്ഥം മനസ്സിലായില്ലേ അല്ലേ? ഹീസ് ജസ്റ്റ് എ സന്തോഷ് പണ്ഡിറ്റ് ഓഫ് തെലുങ്ക് ഇൻഡസ്ട്രി. സന്തോഷ് പണ്ഡിറ്റ് ഇദ്ദേഹത്തെ പോലെ ആവേണ്ടതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, സന്തോഷ് പണ്ഡിറ്റിന്റെ അച്ഛൻ പ്രൈം മിനിസ്റ്റർ അല്ലല്ലോ. ബാലയെ സിനിമ ഫീൽഡിലേക്ക് വരാനും പിടിച്ചേക്കാനുള്ള ഒരേ ഒരു കാരണം ബാലയുടെ ഒരേ ഒരു അച്ഛനും അവിടുത്തെ പ്രധാനമന്ത്രിയുമായ NTR. ഇദ്ദേഹത്തിന് ഇത് മാത്രമല്ല വേറെ ഒരുപാട് കഴിവുകളുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ആളുകൾ ഇദ്ദേഹത്തെ കഴിവേറി എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ബാക്കി കഴിവുകളെ കുറിച്ച് നമ്മൾ എവിടെ സെർച്ച് ചെയ്യണ്ടോറാ? വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യണം മൈര. ബാലയെ കുറിച്ച് വിക്കിപീഡിയ സെർച്ച് ചെയ്തപ്പോഴാണ് ആ നഗ്നസത്യം എനിക്ക് മനസ്സിലായത്. ഹി ഈസ് നോൺ ഫോർ ഹിസ് ഡാൻസിങ് സ്കിൽസ്. ഒരു ആവറേജ് പേഴ്സണ് 20 ഡിഗ്രി വരെ നിന്നുകൊണ്ട് ബോഡി വളയ്ക്കാൻ പറ്റുക. പക്ഷെ നമ്മുടെ മൈക്കിൾ ജാക്സൺ സ്മൂത്ത് ക്രിമിനൽ എന്നൊരു പാട്ടിന് വേണ്ടിയിട്ട് 45 ഡിഗ്രി വരെ ബോഡി വളച്ചു. ഇത് കണ്ട് അമേരിക്കക്കാർക്ക് വോ എന്ന് പറഞ്ഞിട്ട് കുറെ കാലം നടന്നുണ്ട്. പക്ഷെ അവരാരും നമ്മുടെ ഇന്ത്യയിലെ ബാലയുടെ ഡാൻസ് കണ്ടില്ല. എന്ത് 25 എന്ത് 45, നമ്മുടെ അണ്ണൻ നമ്മുടെ ബാലയാണ് 140 ഡിഗ്രി വരെ വളച്ചിട്ടുണ്ട്. പിന്നെ അല്ല, വെറുതെ ആണോ ഇദ്ദേഹത്തെ ജനങ്ങൾ പിണ്ടം എന്ന് വിളിക്കുന്നത്? ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ 140 ഡിഗ്രിയാണ്. ഇതിന്റെ അപ്പുറം ഒരു മനുഷ്യന് വളയാൻ പറ്റില്ല എന്ന്. പക്ഷെ ബാലയുടെ അടുത്ത സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായി ഇതൊന്നും ഒന്നുമല്ല എന്ന്. -120 ഡിഗ്രി. ഗൈസ്, ആ ടീഷർട്ട് ചുളുങ്ങിയിട്ടുള്ളത് അവിടുത്തെ ഡിസൈനാണ്, അല്ലാണ്ട് ഇൻവിസിബിൾ കയറിട്ട് വലിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇത് അറിയാമെന്ന് എനിക്ക് അറിയാം. പക്ഷെ ബാലയുടെ കഴിവിനാരും തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. അമേരിക്കാർ മൂൺ വാക്ക് കണ്ടുപിടിച്ച് ലോകം ഫുള്ളും വാ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പ്രൗഡാക്കാൻ വേണ്ടി ബാലയെ കണ്ടുപിടിച്ചു സ്പേസ് പാർട്ട് വാക്ക്. ഇതുപോലെയുള്ള വിയേർഡ് പേരൊക്കെ എന്റെ വായിൽ തന്നെ വരുള്ളൂ. എന്തായാലും പേരിട്ട സ്ഥിതിക്ക് നമുക്ക് ബാലയെ
നിങ്ങളൊരു ബാലയെ ഫാൻ ആയില്ലെങ്കിൽ പേടിക്കണം, ബാലയുടെ മാസ്റ്റർ പീസ് സാധനം കാണിച്ചു തരാം. അതിൽ നിങ്ങൾ എന്തായാലും തലയിറങ്ങി വീഴും, പ്രത്യേകിച്ച് എന്റെ ഓഡിയൻസ്. ബാലയുടെ വൺ ഓഫ് ദി ഫേമസ് വീഡിയോസ് അങ്ങനെ ചപ്പക്കുണ്ടാവും. ഒരുപാട് ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വീഡിയോസ് യൂട്യൂബിനകത്തൊന്നും ഇല്ല. ഓരോ ഡാൻസിലാണ് എന്റെ ആറ്റിറ്റ്യൂഡും കരിഷ്മയും ബോഡി ലാംഗ്വേജും കണ്ടാൽ തന്നെ കൊണ്ടത്. ബാലയുടെ ഡാൻസിന് മാത്രമല്ല ബാലയുടെ ആ ടച്ച് ഉള്ളത്, ബാലയുടെ സിനിമയിൽ ആ ടച്ച് കാണാൻ പറ്റും. എന്തിന് സിനിമ പോസ്റ്ററിൽ വരെ ആ ഒരു ടച്ച് കാണാൻ പറ്റും. ടച്ചിങ് പക്ഷേ ഈ ടച്ചിങ് കണ്ടിട്ട് ആളുകൾ ടിക്കറ്റ് എടുത്ത് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് അണ്ണന്റെ റിംഗർ റാങ്കോല് വീഴാത്ത പെണ്ണുങ്ങളുണ്ടോ? 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 പെണ്ണുങ്ങളില്ലെങ്കിലും ഞാൻ പറയും ഇതെന്താ ആസനമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തലേ ദിവസം ബാലയെ ജിമ്മിന് പോയി ലെഗ് അടിച്ച് പണി കിട്ടി, പിറ്റേ ദിവസം ലെഗ് നൂർത്താൻ പറ്റാണ്ട് രണ്ടിനോ ഇരിക്കുന്ന പോസാണ്. യൂത്തന്മാരനെ വീഴ്ത്താനുള്ള ബ്രേക്ക് ഡാൻസ് മുതൽ അണ്ണൻ്റെ കയ്യിൽ കുച്ചിപ്പൊടി, ഭരതനാട്യം, കഥകളി ഇല്ല എന്നാലും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അണ്ണൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബാലയുടെ ഡാൻസ് കണ്ട് നിങ്ങളൊരു ട്രൂ ബാലയെ ഫാൻ ആയില്ലെങ്കിൽ ബാലയുടെ സിനിമ കണ്ട നിങ്ങൾ എന്തായാലും തമിഴന്മാർക്ക് വിജയ് പോലെയാണ് തെലുങ്കന്മാർക്ക് ബാലയുടെ മൂവീസ് ബോക്സ് ഓഫീസിൽ ഒരു പൊട്ടിത്തെറിയാണ്. ബാലയുടെ സിനിമയിൽ നിന്ന് പ്രൊഡ്യൂസർമാർ പൈസ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ ഞങ്ങളെ പോലെയുള്ള മീമന്മാരും ട്രോളന്മാരാണ് പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. ബാലയ്ക്ക് ഏകദേശം ഇപ്പൊ 63 വയസ്സായി, അതായത് നമ്മുടെ ലാലയ്യയുടെ അതേ വയസ്സ്. ലാലയ്യ ബാലയ്യയുടെ ഓരോ സിനിമയും കണ്ടിട്ട് റെഫറൻസ് ചെയ്തിട്ടാണ് വേറൊരു സിനിമ ചെയ്യാറ്. എങ്ങനെയൊരു സിനിമ എടുക്കാന്നല്ല, എങ്ങനെയൊരു സിനിമയെ പരമാവധി കുളമാക്കാൻ നോക്കിയിട്ട്. 68 വയസ്സായ ബാലയ്ക്ക് ഹീറോയിനായിട്ട് വരുന്നത് 18-20 തികയാത്ത നടിമാരായിരിക്കും. കുറെ പേര് പറഞ്ഞു നടക്കും ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. യെസ്, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ ഓൺലി ഇഫ് യു ആർ എ ബില്യനർ. அடையாளம் தெரியலையா? நேத்து ஸ்டேஷன்ல விஜய் ஃப்ரெண்ட் வைஷ்ணவி. ഓ നേത്ത് പാത്തിരുന്നോണ്ട നല്ല ഇരിക്കீங்களா ആന്റി? കാജൽ ചേച്ചിനെ ആന്റി എന്ന് വിളിക്കണം. ആദ്യം നീ കണ്ണാടി പോയി നോക്കട്ടെ കുട്ട. ജനറേറ്റർ താടിയും പിന്നീട് കവറ വിഗും പിന്നെ ഏഷ്യൻ പെയിന്റ്സിന്റെ പൊട്ടി നെറ്റിയിൽ അടിച്ചു എന്ന് പറഞ്ഞാൽ നീ ഷാരൂഖ് ഖാൻ ആവോടെ കുട്ട. പണ്ട് ബാലയെ ഒരു ആരാധകൻ അങ്കിൾ എന്ന് വിളിച്ചപ്പോൾ ഫോൺ ദേഷ്യത്തിൽ വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ച ആളാണ് നമ്മുടെ ബാലയ്യ. അങ്ങനെയുള്ള ബാലയാണ് കാജർ അഗർവാളിനെയൊക്കെ ആന്റി എന്ന് വിളിച്ച് കളിയാക്കുന്നത്. നല്ല ഇരിക്കீங்களா ആന്റി? അതായത് ബാലയെ കുറിഞ്ചാം, പക്ഷെ ബാലയുടെ ആരും കുറിഞ്ചാൻ പറ്റില്ല. എന്താ ബാലയ ഇങ്ങനെ അടി കിട്ടും കേട്ടോ. നമ്മുടെ ഡയറക്ടർ കൈതിയിലും KGF-ലൊക്കെ കൊതുകിന് മരുന്ന് അടിക്കുന്നുണ്ടിട്ട് നമ്മുടെ സിനിമയിൽ ഇതിനേക്കാളും വലുതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്ത ഒരു സീനാണിത്. ഇവിടെ നമ്മുടെ ബാലയുടെ ബോംബെ ഫ്രണ്ട് ബാലയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത് കൊതുകിന് മരുന്നടിക്കുന്ന 2 മിഷൻ. പക്ഷെ നമ്മുടെ ബാലയ്ക്ക് യൂണീക്ക് ടച്ചോടെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ബാലയെ നമ്മുടെ തുരങ്കത്തിലുള്ള ആളുകളെ ഗ്യാസ് വിട്ടിട്ടാണ് കൊല്ലുന്നത്. സച്ച് എ വിയർഡ് ഗായ്. ഇവന് വേണ്ടി 2 പൂച്ചാണ്ടി അടിക്കുന്ന മിഷൻ മേടിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഡോൺ ഫ്രണ്ട് ആരായി പൊട്ടൻ എന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ. ബാലയുടെ സിനിമയിൽ ബാലയെ വെച്ച് ബാക്കി എല്ലാവരും മൊണ്ണകളാണ്. മൊണ്ണ എന്ന് പറഞ്ഞാൽ മൊണ്ണ അൾട്രാ പ്രോ മാക്സ്. ഫൈറ്റ് സീനിൽ കുറെ മൊണ്ണകൾ തോക്കും കൊണ്ട് ബാലയുടെ അടുത്ത് വന്നിട്ട് അടി വാങ്ങിട്ടു. ഈ തോക്കെന്ന സാധനം ദൂരന്ന് വെടിവെക്കാനുള്ളതാണെന്നും കൂടി അറിയാത്ത അൾട്രാ പ്രോ മാക്സ് മൊണ്ണകൾ. കല്യാണ പ്രായത്തിലടക്കം 68 വയസ്സായ ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്ന മൊണ്ണ ഹീറോ. പിസ്റ്റൽ മുതൽ AK-47, M4, മിസൈൽ, സ്നൈപ്പർ, മിഷീൻ ഗൺ ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു സാധാരണ മനുഷ്യന് മേലെ ഒരു ബുള്ളറ്റ് കൊള്ളിക്കറിയാത്ത മൊണ്ണ വില്ലൻസ്. ഇത് എർത്ത് 6969 നടക്കുന്ന കഥയല്ല, നമ്മുടെ സ്വന്തം തെലുങ്ക് സിനിമയിൽ നടക്കുന്ന കഥയാണ്. ആ ലോകത്ത് ഫിസിക്സ് ബാൻഡാണ്. ചിന്തിക്കുക എന്നുള്ളൊരു ചിന്ത തന്നെ അവർക്ക് വരാറില്ല. ബാലയാണ് അവിടെയുള്ള ആകെ ഒരേ ഒരു അലോഡായിട്ടുള്ള ദൈവം. ബാലയാണ് അവർ അമ്പലത്തിൽ വെച്ച് പൂജിക്കുന്നത്. ലോജിക് അടക്കം ബാലയെ കണ്ട കുഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് നമ്മുടെ ബാലയെ തെലുങ്ക് സിനിമ ഫുള്ളും ഗോഡ് ഓഫ് പിണ്ടം എന്ന് വിളിക്കുന്നത്. എന്താണ് ലോജിക്, എന്താണ് ഫിസിക്സ്, അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ഇയാൾക്ക് ഒരു ക്ലാസ് എടുത്ത് പറഞ്ഞു കൊടുക്കൂ. ഇറ്റ് ഈസ് നോട്ട് ഹ്യൂമൻലി പോസിബിൾ ടു കിക്ക് എ കാർ ലൈക്ക് ദിസ്. വാണം ഓടിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ വാണത്തിൽ കയറി മാസിൽ പോയി ഒരു സിവിലൈസേഷൻ ഉണ്ടാക്കാന്ന് പറയുന്നത് ബാലയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതുവരെ നമ്മൾ കണ്ടത് ജെൻസെഡ് ജനറേഷനിലുള്ള ബാലയായിരുന്നു. വരൂ കൂട്ടുകാരെ, ഇനി നമുക്ക് ബാലയുടെ പ്രേം കാലത്തിലേക്ക് കടന്നു ചെല്ലാം. അങ്ങ് ഹോളിവുഡ് സ്പൈഡർമാൻ യൂസിങ് ഹിസ് 100% പവർ ടു ഒരു ഓടുന്ന ട്രെയിനിനെ തടഞ്ഞു നിർത്താൻ. പക്ഷെ അതിനേക്കായി എത്രയോ മുമ്പ് നമ്മുടെ ബാലയകാര് ഒരു ഓടുന്ന ട്രെയിനിനെ ഫിംഗറും ചെയ്ത് തിരിച്ചോടിച്ചിട്ടുണ്ട്.
ബാഹുബലി തമിഴിനെ കാണാൻ വേണ്ടി പരശുരാമ മല വരെ അപ്പുറത്ത് കയറിപ്പോയി. പക്ഷെ അതിനേക്കായി എത്ര മുമ്പ് ഒരു മുയലിനെ രക്ഷിക്കാൻ വേണ്ടി അതിനേക്കായി 10 ഇരട്ടി വലിപ്പമുള്ള ഒരു മല കയറിയവനാണ് ബാലയ്യ. ധൂമിലെ ആ സ്റ്റണ്ട് സീൻ കണ്ട് നമ്മളെല്ലാവരും വായും പൊളിച്ചിരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയോ, ധൂമിലെ ആ സ്റ്റണ്ട് സീൻ അടക്കം ബാലയുടെ ഒരു സിനിമയത്തെ കോപ്പിയാണ്. മറ്റേ ആക്ടേഴ്സ് ഒക്കെ ബൈക്കും കൊണ്ട് കാറിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവും, ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും ലോറിയെ വരെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ട്രെയിനിനെ ഓവർടേക്ക് ചെയ്യാൻ ഗട്സുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ആക്ടർ ഉള്ളൂ, ബാലയ്യ. ഇതൊക്കെ എന്ത് 2 ബുള്ളറ്റ് കൊണ്ട് ഒരു എൻറ്റയർ പ്ലെയിനെ തന്നെ അണ്ണൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. തോറ് മിന്നലടിപ്പിക്കുന്ന മുമ്പേ നമ്മുടെ ബാലയെ കരഞ്ഞുകൊണ്ട് കളിച്ച ആളാണ്. ബാലയുടെ ഈ പവേഴ്സ് ഒക്കെ കൂട്ടിക്കഴിഞ്ഞു പറഞ്ഞ താനോസ് ഒക്കെ വെറും പൊടിക്ക് സമയം. ബാലയുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഡോക്ടർ സ്ട്രേഞ്ച് അടക്കം ഇൻസ്പയർ ആയിട്ടുള്ളൂ. പണ്ട് ബാലയും സൂപ്പർമാനും കൂടി ഒരു ഓട്ട മത്സരം വെച്ചു. തോറ്റവനാണെങ്കിൽ പാന്റിന് മേലെ ജട്ടിയിട്ട് നടക്കണം ജീവിതകാലം മുഴുവൻ. അങ്ങനെയാണ് സൂപ്പർമാൻ പാന്റിന് മേലെ ജട്ടിയിട്ട് നടക്കാൻ തുടങ്ങിയത്. കൊറോണ വൈറസ് മാസ്ക് ഇടും ബാലയെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ബാലയെ അരിഞ്ഞു പറഞ്ഞ ഉള്ളുകാരി. ബാലയുടെ നിന്നാണ് മെട്രിക്സ് രക്ഷപ്പെട്ടത്. ക്രിസ്മസിന് ബാലയാണ് സാന്റയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുക. ബാലയെ സ്പോട്ടിഫൈൻ്റെ നിന്ന് പൈസ കഴിഞ്ഞിട്ടാണ് പാട്ട് വെക്കുക. പരശുരാമൻ ബാലയുടെ മഴ മേടിച്ചിട്ട് കേരളത്തിൽ വരുന്നത്. മാവേലി പാതാളത്ത് നിന്ന് വരുമ്പോൾ വിസ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ബാലയാണ്. ബാലയെ കണ്ണുകൊണ്ട് QR കോഡ് സ്കാൻ ചെയ്യും. വെഹിക്കിൾ മോഡിഫിക്കേഷൻ MVDക്ക് ബാലയെ പെറ്റിയടിക്കും. ബാലയെ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞ പിണറായി വിജയൻ ബാലയ്ക്ക് ടാക്സ് കൊടുക്കും. പോലീസായിരുന്ന സൂര്യ റോളക്സ് ആവാൻ കാരണം ബാലയാണ്. ഈ സിൻഡിക്കേറ്റിൽ ഒരുപാട് ബ്ലാക്ക് ഹോൾസ് ഉണ്ട്. ചെന്നൈക്ക് പോകേണ്ട ഡ്രസ്സ് നമ്മുടെ കൈവിട്ട് പോകാൻ കാരണം ബാലയാന്ന് ഒരുത്തൻ. അണ്ണനെ തേച്ചിട്ട് പോയ മേഘന അവനെ സെറ്റാക്കി എടുത്തു. താങ്കവേ മുടിയില്ല, മേഘ്നാവ് മറക്കവേ മുടിയില്ല. അണ്ണൻ ഡിപ്രഷനിലേക്ക് പോയി തോന്നുന്നു. நீங்க ஸ்மோக் பண்ணவே கூடாதுன்னு சொன்னீங்க. ஆனா நான் அதையும் தாண்டி வேற ஒரு உலகத்துக்குள்ளேயே போனேன். വോട്ട് ഫോർ ബ്രൂട്ടോസ് ഫേസ് റിവീൽ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഫേസ് കണ്ട സ്ഥിതിക്ക് ഇനി അതുപോലെയുള്ള വൃത്തികെട്ട കമന്റ് ഇടരുത്. അടുത്തൊരു കീഴ നമ്മൾ കാണാം. ടാറ്റാ ബൈ ബൈ ഗൈസ്.